ഗാഥയ്ക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ സാറിൻ്റെ കൂടെ ഗാഥ ഹൈദരാബാദിലേക്കാണ് പോയത്. ഗാഥയ്ക്ക് അവിടെ ജോലി കൊടുത്തു. മകളെപ്പോലെ സ്നേഹിച്ചു. ഗാഥ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ഒട്ടും സന്തോഷവതിയല്ലായിരുന്നു. അവളുടെ ഉള്ളിൽ ഉണ്ണിയെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. മോളി, എനിക്ക് ഉണ്ണിയെ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഉണ്ണിക്കറിയില്ല നീ എൻ്റെ കൂടെയാണുള്ളതെന്ന്. ഞാൻ നിന്നെ എൻ്റെ മകളെപ്പോലെ സ്നേഹിക്കുന്നു. എൻ്റെ എല്ലാ സ്വത്തുക്കളും നിനക്കുള്ളതാണ് കുട്ടി. തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഞാൻ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. പ്രായമായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒറ്റപ്പെടൽ അനുഭവിച്ചത്. ഒരുപാട് സമ്പാദിച്ചു. ആർക്കു വേണ്ടി? പക്ഷെ നിന്നെ കണ്ടപ്പോൾ നിന്നെപ്പോലൊരു മകൾ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഉണ്ണിയെ ഞാൻ കൊണ്ടുവരും നിന്റെ അടുക്കൽ. ഇപ്പോൾ കുറച്ചുനാൾ നീ ഇവിടെ ഉള്ളത് ആരും അറിയണ്ട. അത് നിന്റെ ജീവൻ ആപത്താണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുവരെ നീ ക്ഷമിക്കണം. എനിക്കൊരാഗ്രഹമുണ്ട് മോളെ. നീ എന്നെ ഇനി സാറേ എന്ന് വിളിക്കരുത്. ഡാഡി എന്ന് വിളിച്ചാൽ മതി. അന്നു മുതൽ ഗാഥ ഡാഡി എന്നാണ് വിളിക്കുന്നത്. ഉണ്ണി ഗാഥയെ ഒരുപാട് അന്വേഷിച്ചു. പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കമ്മീഷണർ മകനെ പ്രൊഫസർ കൊലപ്പെടുത്തിയ വൈരാഗ്യം ഗാഥയെ തീർക്കാനുള്ള ഉദ്ദേശമാണ്. ഒരു ദിവസം കമ്മീഷണറെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. സസ്പെൻഷൻ ഉണ്ടെന്ന് അറിയിച്ചു. ഉണ്ണിയും പീറ്ററും ഉണ്ടായിരുന്നു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നെ സസ്പെൻഡ് ചെയ്യാൻ? നിങ്ങളുടെ മകൻ മേഴ്സി എന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചില്ലേ? അതറിഞ്ഞിട്ടും മറച്ചു വെച്ച് മകനെ രക്ഷിച്ചു. പ്രതികളെ അറിയാമായിരുന്നിട്ടും ആ കുറ്റം പ്രൊഫസറിന്റെ തലയിൽ കെട്ടിവെച്ച് കേസ് വളച്ചൊടിച്ചു. അത് പോരാണ്ട് ഗാഥ എന്ന പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അധികാരം ദുരുപയോഗം ചെയ്തു. ഇതെല്ലാമാണ് നിങ്ങൾ ചെയ്ത കുറ്റം. ഗാഥയ്ക്കിനി ബാംഗ്ലൂരിൽ വരാം. ആരെയും പേടിക്കേണ്ട. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഡാഡിയായിരുന്നു. ഉണ്ണിയെ നേരിൽ കണ്ട് ഗാഥ തൻ്റെ കൂടെ ഉണ്ടെന്ന് വിവരം അറിയിച്ചു. ഉണ്ണിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. ഉണ്ണി ഗാഥയെ കാണാൻ വരുന്ന വിവരം ഗാഥയ്ക്ക് അറിയില്ലായിരുന്നു. ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കായി കുറച്ച് ദിവസം മാറി നിൽക്കുമെന്നാണ് ഡാഡി പറഞ്ഞത്. ഉണ്ണിയെ കണ്ടപ്പോൾ ഗാഥയ്ക്ക് വിശ്വസിക്കാനായില്ല. സന്തോഷവും സങ്കടവും എല്ലാം കൂടി ഒരുമിച്ചുള്ള അവസ്ഥ. അവൾ ഉണ്ണിയെ കെട്ടിപ്പിടിച്ചു. നിങ്ങൾക്കൊരിക്കലും വേർപിരിയാൻ കഴിയില്ല കുട്ടികളെ. നിങ്ങളുടെ സ്നേഹം സത്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അമ്മയുടെ ആഗ്രഹം പോലെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് വിവാഹം. പ്രൊഫസർ ജയിലിലാണുള്ളത്. അനുഗ്രഹം വായിക്കാൻ ഉണ്ണിയും ഗാഥയും പോയിരുന്നു. പക്ഷെ അയാൾ നിശബ്ദനായിരുന്നു. ഒരുപക്ഷെ ഗാഥയെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചു കാണും. KP നായരും പീറ്ററും മാഗി ആൻറ്റിയും എല്ലാവരും കല്യാണത്തിന് വന്നിരുന്നു. മാഗി ആൻറ്റി ഇംഗ്ലണ്ടിലൊന്നും പോയില്ല. ബാംഗ്ലൂരിൽ തന്നെയാണുള്ളത്. മകനുമായി വഴക്കെല്ലാം മാറി സന്തോഷമായി പോകുന്നു. ഉണ്ണിക്കും ഗാഥയ്ക്കും 2 മക്കളാണുള്ളത്. ഉണ്ണി ഇപ്പോൾ ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. അവരുടെ കൂടെ അമ്മയുമുണ്ട്. അങ്ങനെ അവർ സന്തോഷത്തിൽ ജീവിക്കുന്നു. ഡാഡിയും ഇപ്പോൾ അവരുടെ കൂടെയാണുള്ളത്. ഡാഡിയുടെ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത് ഗാഥയാണ്.